ഇന്ന് രാവിലെ തന്നെ കിളിക്കൂടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം ഇങ്ങനെ ചട്ടികളിലേക്ക് ഫില്ലാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പുതിയ ചെടികളൊക്കെ വരുന്ന സമയത്ത് നടാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഫില്ലാക്കുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ ചകിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിയിലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അടിഭാഗത്ത് മാക്സിമം നിറച്ചിട്ടാണ് പുറത്ത് മണ്ണിട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എളുപ്പമാണ്. പിന്നെ അടിയിലൂടെ മണ്ണ് ഇങ്ങനെ താഴേക്ക് ചാടിപ്പോകത്തുമില്ല. ഇതിപ്പം ഈ ഒരു ഡപ്പ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ ചെടികളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവരുടെ കമ്പോസ്റ്റ് ഡബ്ബ അങ്ങനെ തന്നു വിട്ടതാണ്. അവർ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സാധാരണ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും ഉള്ളിത്തോലും മുട്ടത്തോടും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് മുകളിലായിട്ട് കുറച്ച് കൊക്കോപ്പീറ്റും മണ്ണും ഇട്ടിട്ട് എൻ്റെ മുകളിൽ ഇങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ട് സ്മെല്ല് വരാണ്ടായിരുന്നു ബാൽക്കണിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുല്ലുള്ളത് കൊണ്ട് അത്യാവശ്യം ഞാൻ ഈ ചട്ടിക്കകത്ത് പുല്ലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൂട്ടിനകത്തു നിന്നുണ്ടായിരുന്ന മണ്ണൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീതെന്നുള്ള മണ്ണുകളൊക്കെ ഇങ്ങനെ കോരി മാറ്റാറുണ്ട്. അതൊക്കെ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ ഈ കൂടിൻ്റെ താഴ്ഭാഗത്തെ മണ്ണ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നനച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കൂടിന് ചുറ്റും കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. അതുമൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ചൂടാണെങ്കിൽ നമ്മൾ ഈ റൂഫിൽ ഈ കുറേ ചെടികളൊക്കെ ഉണ്ട് അവിടെയും കൂടെ ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം പുറത്തുനിന്നൊക്കെ ചില കിളികളൊക്കെ വന്നിട്ട് അകത്തേക്ക് ഇരിക്കാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു ബട്ടർഫ്ലൈ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്.